ഇപ്രാവശ്യത്തെ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ? ഓ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾക്ക് എന്തറിയാം? പോട്ടേടി, എല്ലാം ശരിയാവുന്നേ. ഓക്കെ. ഇയാളെ കൊണ്ട് തോറ്റല്ലോ. എങ്കിലും പോയി ഒന്ന് വാങ്ങൂ. പ്രേമിക്കാൻ പോകാതെടാ, പെണ്ണിൽ വിശ്വാസം വയ്ക്കാതെടാ, വിശ്വസിച്ചാൽ എന്താണെടാ, അതുകൊണ്ടെന്താ ഞാനും ഇപ്പോ നടു റോഡിൽ നിൽപ്പായടാ. എൻ കഥ കഴിയും നേരമിത്, കിട്ടാത്തൊരു ചോദിച്ചു മേടിക്കേ. എൻ കഥ ചൊല്ലും രാഗമിത്, അൻപോടു വാഴും ഉള്ളമിത്, അലയേയില്ലാത്ത വെള്ളമിത്, റെയിൽ യാത്ര ബസ് യാത്രയിൽ ഒപ്പം നീയിരുന്നു, ഉയിർ യാത്രയ്ക്ക് തടസ്സം നീ നിന്നു. മച്ചാ, പാടിയത് മതിയടാ, നീ വിഷമിക്കല്ലേ. അല്ലട മച്ചു, ചേട്ടാന്ന് വിളിച്ച പോലെ എനിക്ക് പ്രശ്നമില്ല. മനസ്സിൽ എത്ര വിഷമമുണ്ടെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ പോയപ്പോ മുതൽ ചത്തലെന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെയല്ലടാ, ഇതിനൊക്കെ നമുക്ക് നല്ല ധൈര്യം വേണം. പിന്നെ നീ വിഷമിക്കല്ലേ, ഞാനില്ലേ കൂടെ. നോക്ക്, നാളെ പോകാം നമുക്ക്. ആ പെണ്ണ് നിനക്കുള്ളതാടാ. ഞാൻ വാടാ, വാ മച്ചു. ചേച്ചി, 2 ബോണ്ട എടുക്കുന്നേ. ശരി, എടുത്തോ മോനെ. ഈ ബോണ്ട കഴിച്ചേ, കഴിക്കേ. എന്താ മച്ചാ, കളിയാക്കാണോ? മല്ലികേ, 2 കാപ്പി. ഞാനിപ്പോ ഇത് എങ്ങനെ തിന്നൂടാ? ഏയ്, നിനക്ക് ബോണ്ട വലിയ ഇഷ്ടമല്ലേ? കഴിക്കടാ. നീ കഴിച്ചോ. ഡാ, കഴിക്കടാ. ഏയ്, നീ കഴിച്ചോ. ഓ, ഒരു വലിയ കാമുകം വന്നേക്കുന്നു. ഒരു പീസെങ്കിലും കഴിക്കേ. കഴിക്കടാ. വേണ്ട, കഴിക്കാൻ. എടാ, കഴിക്കാൻ. നല്ല ടേസ്റ്റ് ആടാ അതിന്. സോറിട മച്ചു, എനിക്ക് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി സൈക്കിൾ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ മച്ചു, അച്ഛൻ ബ്ലാക്ക് റോസ് വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നുപോയടാ. എന്നാ നീ പൊയ്ക്കോ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ശരി, നീ പൊയ്ക്കോ. ഇതുകൊണ്ട് തന്നെയാ ഇവനെ എല്ലാവരും അട്ടക്കത്തി എന്ന് പറയുന്നത്. അട്ടക്കത്തി എന്നാൽ ഇവന്റെ കുടുംബപ്പേരാ. ഇവന്റെ അച്ഛനുണ്ടല്ലോ. എവിടാടാ നീ? ഒളിച്ചിരിക്കുവാണല്ലടാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ. ധീരന്മാരാടാ ഞങ്ങള്, ധീരന്മാർ. ഞങ്ങളുടെ കാരണവന്മാര് പറയായിരുന്നു നമ്മളായിട്ട് വഴക്കിന് പോകരുത്, ഇങ്ങോട്ട് വന്നാൽ ഒട്ട് വിടുകയും ചെയ്യരുതെന്ന്. ഞങ്ങൾ വഴക്കിനൊന്നും പോവില്ല. പക്ഷെ ഏവനെങ്കിലും ചൊറിയാൻ വന്നാൽ അവനെ ഒട്ട് വിടുകയില്ല. സൂക്ഷിച്ചോടെല്ലാം. ആനിന്റെ തോലുരിയുന്ന മാതിരി ഉരിഞ്ഞുകളയും, തൂക്കിയിട്ട് അറുത്തുകളയും പറഞ്ഞേക്കാം. വാടാ. എന്താടാ? വരില്ലടാ. ഒന്നെങ്കിൽ നീ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കണം. നിന്നെ ഞാൻ വെട്ടാതെ വിടില്ലടാ. നിന്നെ ഞാൻ അതേന്നേ, ഇയാൾക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നോ അപ്പോഴൊക്കെ ഇവിടെയുള്ള വാഴയാണ് വെട്ടുന്നത്.
ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കുടുംബക്കാരെ എല്ലാവരും അട്ടക്കത്തി എന്ന് പറയുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള ചിരി കാണുമായിരുന്നു. ഓഫ്, ഒരു രക്ഷയില്ലടാ. ആകെ മൂടിയായിരുന്നു. കണ്ടപ്പോ കഷ്ടം തോന്നിയടാ. ഇനി മേലെ കള്ളു കുടിക്കത്തില്ലെന്ന് സത്യം ചെയ്തടാ. അവളെ ഞാനൊന്ന് കാണാൻ ശ്രമിച്ചു എന്ന് വെച്ചോ, ആരോടെങ്കിലും പറഞ്ഞ് എന്നെ ചീത്ത വിളിപ്പിക്കും. ഇനിയിപ്പോ അലൈബൈദയിലെ മാധവനെ പോലെ ഞാനും അവളും കൂടെ രജിസ്റ്റർ മാരേജ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. ചേട്ടാന്ന് പറയും, പിന്നെ സോറി എന്ന് പറഞ്ഞു പോകും. നമ്മളിങ്ങനെ ചോദിച്ചോണ്ട് പിന്നാലെ പോണോ? നമുക്കൊരു വില വേണ്ടേ വെച്ചു. നമ്മളാ റൂട്ടിൽ പോയില്ലെന്ന് വെച്ചോ. എന്താടാ ഇത്? നിനക്ക് മാത്രമേ ഇങ്ങനൊക്കെ പുളി ഓടിക്കാൻ പറ്റൂ. ഏയ്, ഇവനൊന്നും പുളു അടിക്കാറില്ല. ഹരിചന്ദ്രന്റെ കൊച്ചുമോനല്ലേ. വിഷമിക്കണ്ടടാ, എന്തെങ്കിലും ചെയ്യാം. നമുക്ക് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നോ? പറഞ്ഞാ മതി. ആർക്കാണ് അവിടെ വിഷമം? പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവളെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമിക്കാം. അവക്ക് എന്നോട് ഒരു താല്പര്യമില്ലടാ. അവള് ചേട്ടാന്ന് വിളിച്ചാൽ നമ്മൾ അനീതിയാന്നങ്ങ് കരുതി പോയേക്കണം. ഇതിനൊക്കെ വിഷമിച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കൂടാ? ശരിയാടാ, ഇതുവരെ എത്ര പെണ്ണുങ്ങളുടെ പുറകെ വെറുതെ ചുറ്റി നടന്നു. എന്നിട്ട് എന്തെങ്കിലും ശരിയായോ? മച്ചു, ലവ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലിംഗ് ആടാ. അതെന്തിനാ നമ്മൾ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നേ? ഇവള് ഓക്കെ അല്ലെങ്കിൽ വേറൊരുത്തി, അവളും ഓക്കെ അല്ലെങ്കിൽ മറ്റൊരുത്തി. ഈ വൺ സൈഡ് ലവ് ഫെയിലിയർ, സങ്കടപ്പെടുന്നത്, കൈ മുറിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്, ഇതിനൊന്നും എന്നെ കിട്ടില്ല മച്ചാ. അതൊക്കെ മണ്ടത്തരാടാ. ഇപ്പൊ ഒരു പെണ്ണ് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു വെച്ചോ, അപ്പൊ നമുക്ക് വേണ്ടി ജനിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടെന്നല്ലേ അർത്ഥം. ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട നമുക്ക് ജീവിക്കാനേ പറ്റില്ലടാ. ചേട്ടാ ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്താടാ? വീട്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു. ആ, വീട്ടിൽ അന്വേഷിക്കുന്നുണ്ട്. വാ ചേട്ടാ പോകാം. എടാ, നിങ്ങളോട് സംസാരിച്ചിരിക്കും. ഞാൻ വീട്ടിൽ പോയി ആരാ നോക്കിട്ട് വരാം. ആരായിരിക്കും അത്? എടാ, അവൻ കേൾക്കാതെ പോകുന്നുണ്ട്. അപ്പൊ മച്ചു, വൈകുന്നേരം ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ? ഇവൻ ഇന്ന് കരാട്ടെ ക്ലാസ്സിൽ വന്നതുപോലെ. എന്തോ ആലോചന നടക്കുന്നുണ്ടല്ലോ, അതെന്തായി? വാടാ, കാലത്ത് എഴുന്നേറ്റ് പോയതല്ലേ? വീടൊന്നൊരു വിചാരമുണ്ടോ? കുറെ തൊഴിലില്ലാത്തവന്മാരുടെ കൂടെ നാടിയിട്ടില്ല ഇവന്റെ പണി. മതിയമ്മേ, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആരാണെന്നറിയോ ഇത്? ഗീതാന്റിയുടെ സ്വന്തം അനീത്തിയാ. ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലേ? ഇവനാ മോളെ എന്റെ രണ്ടാമത്തെ മോൻ. വൃത്തികെട്ടവന്മാര് 2 മാർക്കോട് കൊടുക്കരുതായിരുന്നോ? എല്ലാ വിഷയത്തിനും പാസ്സാ, ഇംഗ്ലീഷിന് മാത്രം തോറ്റു. റിപ്പീറ്റ് എഴുതിയില്ലേ? ഇത്തവണ ഞാൻ എന്തായാലും എഴുതിയെടുക്കും. അതെ മോളെ, ഇതും കൂടി കൂട്ടി 4ാമത്തെ തവണ എഴുതുന്നത്. അതോർത്തിട്ടെങ്കിലും ഇത്തവണ പാസ്സാക്കിയാ മതിയായിരുന്നു. അപ്പൊ കോളേജിൽ പോകാം. എന്തൊക്കെ പറയുന്നത്? എന്താടാ, ഇവിടെ നിനക്ക് അനിയത്തി പോലെയല്ലേ? അനിയത്തിയ? ചുമ്മാ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. സാമദ്രോഹി, എന്താ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കഴുത്ത അടിച്ച് ശരിയാക്കണം അവനെ. പൈസ വാങ്ങിച്ചോണ്ട് അഭിനയിക്കുന്ന ഡയറക്ടർ പറയുന്ന പോലെ അഭിനയിക്കുന്ന ഏതവനാണ് ഈ ഡയറക്ടർ? അപ്പൊ അവനാണ് അതൊക്കെ ചെയ്യിക്കുന്നേ. ആദ്യം അവനെ തട്ടണം. അല്ല ചിറ്റേ, അവന്റെ ഫേസ് കട്ട് കണ്ടോ? വെറും ദുഷ്ടനെ പോലെയാ. അതാ അവൻ എല്ലാ സീരിയലിലും വില്ലനായിട്ട് തന്നെ അഭിനയിക്കുന്നത്. അവന്റെ മുഖത്തിന് വില്ലനെ ചേരൂ. നല്ലവനാവാൻ പറ്റില്ല അവന്. ഓ, അത് ശരി. ലക്ഷ്മി, ആ, നിന്റെ പശു കയറുപൊട്ടി ചോടുന്ന കണ്ടു. വേഗം പോയി പിടിച്ചു കെട്ട്. ഓ, ഇതിലെന്നും ഇത് തന്നെ പണി. എടാ മോനെ, അതിനൊന്നും പിടിച്ചു കേട്ടടാ. അങ്ങേര് കണ്ടോണ്ട് വന്ന പിന്നെ അത് മതി ഇന്നത്തേക്ക്. എടാ ഒന്ന് പോടാ. എന്നെ കൊടുക്കാൻ പറ്റില്ല എന്റെ പുറകെ ഓടാൻ. വേണമെങ്കിൽ തന്നെ പോയി പിടിക്കും, ഞാനങ്ങ് പോവില്ല. പിന്നെ ഇവൻ വലിയ കളക്ടറല്ലേ, അതിനെ പിടിച്ച് കെട്ടില്ല പോലും. നാശം പിടിച്ചവൻ. ഒരു ജോലി പറഞ്ഞ് ചെയ്യില്ലേ നീ? പറഞ്ഞനുസരിക്കാത്തവൻ. ഒരു സീരിയല് പോലും കാണാൻ സമ്മതിക്കത്തില്ല. മോളെ, നീ ഇത് നുള്ളി വെക്ക്, ഞാൻ ഇപ്പൊ വരാം. ശരി ചിറ്റേ. അരമണിക്കൂർ സീരിയലിന് അവന്മാർ 15 മിനിറ്റ് പരസ്യം ഇടും. ഇതുകൊണ്ടാണ് ഞാൻ സീരിയൽ കാണാത്തെ. നീ നീ ഗീതാന്റിയുടെ സ്വന്തം അനീതിയാണോ? വാടക അനിയത്തിയാ? അല്ല, അങ്ങനെയാണെങ്കിൽ നീ എന്റെ മുറപ്പെണ്ണായിട്ട് വരും, അറിയോ? ഇല്ലില്ല, നമ്മള് ബന്ധുക്കളാന്ന് പറഞ്ഞു വരുമായിരുന്നു.
നീ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? നിന്റെ അച്ഛൻ നാട് വിടുന്നത് വരെ ഞാൻ പോകുക. പോലെ പറയുന്നേക്ക്. ചേട്ടാ ഇരിപ്പ് കണ്ടില്ലേ, ഒരു കാമുകൻ. ഒരു പെണ്ണിനും വെറുതെ വിടില്ല.